ആദ്യം തോട് നമ്മൾ നിരത്തും. അതിനുശേഷം കേട്ടാ ഹായ് ഗൈസ്, നമസ്കാരം. ഇന്നൊരു വെറൈറ്റി കുക്കിയാണ്. അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടൊക്കെ സൈക്കിളിലേക്കാണ് വന്നത് കേട്ടാ. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാകാൻ കണ്ടില്ലേ, നല്ല ഞണ്ടും ഒരു കിടുക്കാഴ്ചയായിട്ട്. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് കുക്കിംഗ് വീഡിയോ. അപ്പോൾ നേരെ നമ്മൾ സ്ഥിരം മീൻ മേടിക്കുന്ന കടയിൽ തന്നെ പോയി നല്ല 2 കിലോ നല്ല വലിയ സൈസ് ഞണ്ടായിരുന്നു കേട്ടോ. 2 കിലോ ഞണ്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. കിട്ടില്ല ഞണ്ടാണ്, വലിയ ഞണ്ടാണ്. ഇത് വൃത്തിയാക്കുക വളരെ സിമ്പിളാണ്. വേണ്ട, നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം വേണ്ട ജസ്റ്റ് ഇങ്ങനെ പൊളിക്കുന്നു. നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ വേസ്റ്റ്, ഈ സാധനം ഇങ്ങനെ കളയുന്നു. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ വേസ്റ്റ് എടുത്ത് കളയുന്നു. ഈ തോട് നമ്മൾ കളയാൻ പാടില്ല കേട്ടോ. ഈ തോട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം വേണ്ട, ഗൈസ് ഞണ്ട് നമ്മൾ വൃത്തിയാക്കി. ഈ രൂപത്തിലാണ് നമ്മൾ എല്ലാ ഞണ്ടും വൃത്തിയാക്കണം. കാലൊന്നും ഓടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞണ്ട് എന്നിട്ട് ഈ തോട് നമുക്ക് വേണം. ഓക്കെ, അപ്പൊ എല്ലാം വൃത്തിയാക്കി കാണാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല എന്നൊരു വെറൈറ്റി കുക്കിംഗ്. നമ്മൾ തുച്ഛമായ ഐറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകും. നല്ല സ്പ്രിംഗ് ഓണിയൻ, ഒരു വെളുത്തുള്ളി, ഒരു നമ്മളെന്താണ് നാരങ്ങ 2 പിഴിഞ്ഞത്, പിന്നെ അല്പം കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വേണ്ടത് 7up, സ്പ്രൈറ്റ്, ഏതായാലും കുഴപ്പമില്ല. സ്പ്രൈറ്റോ 7up ഏതെങ്കിലും ഒന്ന്. പിന്നെ നമ്മുടെ മെയിൻ ഞണ്ട് നേരത്തെ കാണിച്ചിട്ട് നല്ല കഴുകി വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വേണ്ട ഇതിലേക്ക് ഈ തോടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, പക്ഷെ നമ്മൾ ഇടുന്നുണ്ട്. ആദ്യം തോട് നമ്മൾ നിരത്തും. നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന്. ആവശ്യമില്ല, നിങ്ങൾക്ക് വേണേ ചെയ്താൽ ചേട്ടാ തോട്. അതിനുശേഷം ഞണ്ട് നമ്മൾ വേണ്ട ഇതിലേക്ക് കൃത്യമായി പറക്കി വെക്കുന്നു. ഇപ്പം ഞണ്ട് നമ്മൾ കൃത്യമായി അടുക്കി. ഇനി നമ്മുടെ നല്ല ഇടികല്ല് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഇടികല്ലാണ്. അതിലേക്ക് നമ്മൾ വേണ്ട ഈ വെളുത്തുള്ളി ഇങ്ങനെ ഇടുന്നു, ഇടിക്കും. അപ്പം നമ്മൾ അത് ഇടിച്ചിട്ട് ആ തൊലിയോട് കൂടിയാണ്, തൊലിയൊന്നും കളയണ്ട. നമ്മൾ വേണ്ട ഇതിലേക്ക് ഇങ്ങനെ റെഡി ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലൈം ഉണ്ടല്ലോ, നമ്മുടെ ഈ ലൈം നന്നായിട്ട് വേണ്ട ഇതിലേക്ക് പിഴിഞ്ഞു വീത്തുക. ഓക്കെ ഗൈസ്, അതിനുശേഷം വീണ്ടും ഒരു ലൈമും കൂടെ നന്നായിട്ട് പിഴിഞ്ഞു. ലൈം നല്ല വേണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ. നിങ്ങളിതിൽ ഉള്ളിയൊന്നും വേണ്ട ആവശ്യമില്ല, സ്പ്രിംഗ് ഓണിയൻ മതി. സ്പ്രിംഗ് ഓണിയൻ ഇടുക. ഇത് ഒരു 5 മിനിറ്റ് മതി കേട്ടോ, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം പിന്നെ നമ്മൾ എന്താണ് ഒരു 30 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. മൊത്തത്തിൽ ഒരു 35-40 മിനിറ്റ് കൊണ്ട് കാര്യം റെഡിയാവും. അതിനുശേഷം വേണ്ട നമ്മൾ ഐറ്റം ഈ ഒരു സുഖം ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിക്കാൻ മതി ഗ്യാസ് പോകും, അതൊരു വല്ലാത്ത സുഖം. അത് ഇടുക. കുടിക്കുക ക്യാമറമാനോടും. അതിനുശേഷം നമ്മൾ വേണ്ട ഇതിലേക്ക് ഞണ്ട് നല്ല മുങ്ങി കിടക്കണം കേട്ടോ. ആഹാ, പതഞ്ഞ് വരുന്നുണ്ടോ കൈസ്? അപ്പം ഇത് മതിയാവും. ഓക്കെ കൈസ്, അപ്പം നമ്മൾ അത് അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ചില ഞണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കില്ല, അതൊക്കെ ഒന്നിങ്ങോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് അറിയാമോ? കുരുമുളക് നമ്മൾ വേണ്ട ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുക. വേണ്ട നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടിപൊളി കുരുമുളക്, കണ്ട ഫ്രഷ് കുരുമുളക്. ബ്ലാക്ക് പെപ്പർ ഇത് കുറച്ച് ഇതിലേക്ക് ഇടുന്നു, ആവശ്യത്തിന് മതി കേട്ടോ. അതിനുശേഷം ഗൈസ്, അപ്പോൾ കുരുമുളകൊക്കെ നമ്മളൊന്ന് ചതച്ച് ഒരുപാട് പൊടിക്കണ്ട കേട്ടോ, മീഡിയം പരുവത്തിന് കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് നമ്മളിതിലേക്ക് ഇടുന്നു. ഓക്കെ, നമ്മുടെ കുക്കിങ്ങിൻ്റെ ഏകദേശം ഒരു 50% കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി കുക്ക് ചെയ്യുക എന്നുള്ള 50% ഉള്ളൂ. അപ്പോൾ ഈ ഒന്ന് മസാലയൊക്കെ നമ്മൾ ഇട്ടല്ലോ, കുരുമുളക് പൊടിയൊക്കെ, ഇതൊക്കെ നമ്മൾ വേണ്ട ഇതിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ശരിയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ആക്കുക, തീ കത്തിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 35-40 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഒരു കാര്യം പറഞ്ഞു, ഈ സമയത്ത് നമ്മൾ ഉപ്പ് കൂടെ ഇടുക. ഉപ്പ് നമ്മൾ നമ്മുടെ ഈ 7up മധുരമാണല്ലോ, അപ്പോൾ അതനുസരിച്ച് ഉപ്പിട്ടാൽ മതി. കണ്ട 7up ഉപ്പിടുമ്പോൾ ഒരു പതച്ച് വരുന്നുണ്ടോ. അതിനുശേഷം ഇത് നന്നായി അടച്ചു വയ്ക്കുക.
ഇനി ഒരു ഞാൻ പറഞ്ഞില്ല 35-40 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ കുക്കാവണം. അപ്പൊ ഗൈസ് ഏകദേശം ഒരു 10-45 മിനിറ്റോളം വേണ്ട കുക്ക് ചെയ്ത് ഈ പരുവായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സാധനം ആൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ. ആൾമോസ്റ്റ് അല്ല, ഫുൾ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ചെയ്യണ്ട. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പൊ നമുക്കിതിന്റെ ജ്യൂസ് ഒന്നും വേണ്ട, ഞണ്ട് മാത്രം മതി. ഇതാണ് അതിന്റെ സ്റ്റൈല്. ഇങ്ങനെ വെക്കുന്നു. അപ്പൊ ഗൈസ് നമ്മളിത് തിരിച്ചു വെക്കണം കേട്ടോ. കാര്യം പറഞ്ഞില്ല എന്തിനാണെന്ന്. അതിനുശേഷം അടുത്ത ഞണ്ട് എടുക്കുന്നു, അതും വെക്കുന്നുണ്ട്. അടുത്ത ഞണ്ട് എടുക്കുന്നു, അതും വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ഞണ്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട തോടുണ്ടല്ലോ, ഈ തോട് നമ്മളിതിലേക്ക് അലങ്കാരമായി വെക്കുന്നു. അപ്പോൾ ഇതിനാണ് ഞാൻ തോടിട്ടത്. നിങ്ങളിപ്പോൾ മനസ്സിലായല്ലോ തോട് എന്തിനാണ് ഇട്ടതെന്ന്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാണാനൊരു കണ്ണിനൊരു ഭംഗി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ചന്തത്തിന് വേണ്ടി ഒരു നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ നാരങ്ങ വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫലഭൂയിഷ്ടവും സ്വാദിഷ്ടവും എന്ന് കരുതുന്ന ഞണ്ട് റെഡിയായി. കഴിച്ചു നോക്കി. നല്ല നല്ല ഫ്രഷ് മണം കേട്ടോ. ഇത് നാരങ്ങേരി എല്ലാം കൂടെ ആയപ്പോഴേ നല്ല മണം. അപ്പോൾ ഗൈസ് ഇനി ഇത് കഴിക്കുക. ആസ് യൂഷ്വൽ ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ തന്നെ കഴിച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നത് പോലെ അഭിപ്രായം പറയും. കണ്ടില്ലേ? അപ്പം ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ നോക്കണം. വെറുതെ മസാലയൊക്കെ ഇട്ട് തിന്നുന്നതിന് നല്ലത് ഇത് ട്രൈ നോക്കണം. അപ്പം ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഗൈസ് നല്ല ചൂടുണ്ട്, നല്ല മണമുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരെണ്ണം എന്താ തോട് എടുത്ത് മാറ്റാം. അതിനുശേഷം എന്താ ഞണ്ടൊക്കെ വന്ന് ഞണ്ടിൻ്റെ മുകളിൽ നാരങ്ങ ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ പിഴിഞ്ഞ് വീഴ്ത്താം. അതിനുശേഷം ഇതാണ് സാധനം. ഇത് നമ്മൾ ഇങ്ങനെ ഒടിച്ചെടുക്കുന്നു. മാംസമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. ഞണ്ട് തിന്നുമ്പോൾ കുറച്ചൊക്കെ ചിലർക്കൊക്കെ വൃത്തിഹീനമായിട്ടൊക്കെ തോന്നും. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. അതെന്തോ ആയിക്കോട്ടെ, ടേസ്റ്റ്, മധുരം, ചെറിയൊരു എരി, നല്ല പുളി. ഓ ഒമ്പോ, ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. ഗൈസ് മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ. ജമോ മസ്റ്റ് ട്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രുചി ആസ്വദിക്കാത്തവരുണ്ടല്ലോ, ഓ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഞാൻ കടിച്ചു പിടിച്ചൊക്കെ തിന്നുന്നത് ആര് ഞണ്ട് തിന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇതാട്ടാ നല്ല മാംസം കൊണ്ടാട്ടാ എൻ്റെ ഇതില് ഉണ്ടല്ലേ. അങ്ങനെ എടുക്കുന്നു. പൊളിക്കുന്നു. ആഹാ നല്ല ദൂരെ വെന്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. സൂപ്പർ സാധനം. വേണ്ട മാംസം കണ്ട. അപ്പം ഞാനേ വീഡിയോ നിർത്തുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കാണുന്നവർക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമ്മൾ ആ തിന്നുന്ന സ്റ്റൈല് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ മൊത്തം കഴിക്കും. ഇനി ഞണ്ടിൻ്റെ തന്നെ വേറെ വിഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് നല്ല ഉയരങ്ങളിലേക്ക് അടിപൊളി വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.